ഗുഡ് മോർണിംഗ്. അങ്ങനെ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. രാവിലെ ഇറങ്ങി 4 മണിക്ക് വന്നു. 4 മണിക്ക് വന്നു. മൊബൈല് സ്മാർട്ട് വാച്ച് ഒന്നും ഉള്ളിൽ കയറ്റില്ല. 10 രൂപ. നമ്മൾ ഓരോയിടത്തും ഓരോ കൗണ്ടർ വെച്ചിട്ടുണ്ട്. ഇതിപ്പം ബെസ്റ്റ് ടവറാണ്. ബെസ്റ്റ് ടവറിൽ ഇതേമാതിരി ഒരു ക്ലോക്ക് റൂം ഉണ്ട്. വാച്ചും മൊബൈലൊക്കെ കൊടുക്കാം. 10 രൂപയുള്ളൂ. നമ്മൾ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുക്കുക. നമ്മളൊരു ഫോട്ടോ പ്രിൻറ്റ് ചെയ്ത് വരും. ഇതാണ് ഇപ്പം ഗുരുവായൂരൊക്കെ വയ്ക്കാൻ പോകുന്ന ഒരു ഇത്. ദർശനത്തിന് വേണ്ടി ഗുരുവായൂർ ഇതൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫോട്ടോ ഇമേജ് വെച്ചിട്ട് അത്രയും നേരം ക്യൂ നിൽക്കാതെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ തൊഴാൻ പറ്റും. നല്ല തിരക്കായിരുന്നെങ്കിലും സുഖമായിട്ട് തൊഴുതൊക്കെ വന്നു. ഇത് വന്നിട്ട് ബെസ്റ്റ് ടവറാണ്. ബെസ്റ്റ് ടവർ. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും മെയിൻ്റനൻസ് നടക്കുകയാണ്. ഉള്ളിൽ അതിനകത്തും അമ്പലത്തിനകത്തും മെയിൻ്റനൻസ് ആണ്. ഏകദേശം ഇപ്പോൾ എത്രയായി? സമയം 7 മണിയായിരുന്നു. അപ്പോൾ തൊഴുതിറങ്ങി. ഇനിയിപ്പം പോയി ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ 3ാമത് വലിയ സിറ്റിയാണ് മധുര. സൂപ്പർ. എല്ലാ ടവറും മെയിൻ്റനൻസ്. പ്രിയപ്പെട്ടവരെ, മധുരയിലെ ഒരു ഫേമസ് ഇഡ്ഡലി ഷോപ്പാണ് ശ്രീ മുരുകൻ ഇഡ്ഡലി കട. ഇഡ്ഡലി ഷോപ്പ് മുരുകൻ. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 7 മണിക്ക്. മുരുകൻ ഇഡ്ഡലി ഷോപ്പാണ്. മധുരയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലി ഷോപ്പാണ് മുരുകൻ ഇഡ്ഡലി ഷോപ്പ്. അപ്പോൾ നോക്കാം. 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഞാൻ അമ്പലത്തിൽ പോയി തൊഴുത് ഇറങ്ങിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം മുരുകൻ ഇഡ്ഡലി ഷോപ്പ് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്തായാലും വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്നതല്ലേ. കുറേ യൂട്യൂബിലൊക്കെ കണ്ടതാണ് മുരുകൻ ഇഡ്ഡലി ഷോപ്പ് എന്ന് പറഞ്ഞിട്ട്. വെറൈറ്റി ഇഡ്ഡലി ഷോപ്പാണ്. നോക്കാം, ട്രൈ ചെയ്യാം. ഇതാണ് പൊടി ഇഡ്ഡലി. 3 ചമ്മന്തി കേട്ടോ. തേങ്ങാ ചമ്മന്തി, പുതിന, തക്കാളി ചമ്മന്തി. സാമ്പാറോ പൊരിച്ചത്? മതി, പോതും. മുരുകൻ ഇഡ്ഡലി ഷോപ്പ്. ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ ടേസ്റ്റ്. നെയ്യിലാണ്. നെയ്യ് മൂരി ഇഡ്ഡലി. സാമ്പാറുണ്ട്, തേങ്ങാ ചട്നി. സൂപ്പർ. ഇതാ തിരുപ്പുറം കുൻഡ്രത്തിലാണേ. മധുരയിൽ നിന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. 17 രൂപ ടിക്കറ്റ്. തിരുപ്പുറം കുൻഡ്രം. ഇവിടെയും കൂടി വന്ന് തൊഴിലിട്ട് പോകുന്ന എഴുതി. അടുത്താണ്. മധുരയിൽ നിന്ന്, നമ്മൾ നിൽക്കുന്ന മധുരയിൽ നിന്ന് പെരിയാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് 17 രൂപ. ഏകദേശം ഒരു 10 കിലോമീറ്റർ ഇല്ല, അതിനകത്തേ ഉള്ളൂ. 6-7 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും കൂടി വന്ന് തൊഴിലിട്ട് പോകുന്നത്. മുരുകൻ്റെ ഒരു പ്രധാനപ്പെട്ട അമ്പലമാണ്. മുരുകൻ്റെ 6 ഇതുണ്ടല്ലോ, 6 വീടോ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അതിൽ ഒരു ഇതാണ് തിരുച്ചെന്തൂർ, പളനി, ഈസ്റ്റ് നമ്മുടെ
തിരുച്ചെന്തൂർ, പളനി, തിരുപ്പുറം, കുണ്ട്രം, അങ്ങനെ വേറെ 2-3 സ്ഥലമുണ്ട്. അറിയില്ല എനിക്ക് കറക്റ്റായിട്ട്. എന്തായാലും അതൊരു തിരുപ്പുറം, കുണ്ട്രം. തിരുപ്പുറം, കുണ്ട്രം ക്ഷേത്രത്തിലാണ്. പ്പെട്ടവരെ, ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് ആണ് തിരുമല നായ്ക്കർ പാലസ്. തിരുമല നായ്ക്കർ നമ്മുടെ ബോംബെ സിനിമയിൽ ഹരവൻ സ്വാമിയും മനീഷ കൊയ്രാളയും ആ പാട്ട്, കർണാടനെ പാട്ട് ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. ബോംബെ ഗുരു സിനിമകളിൽ മണിരത്നത്തിൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ്. ഞാൻ അന്ന് ഇടയ്ക്ക് ഇവിടെ ഏതോ ഒരു സിനിമ കണ്ടപ്പോഴാണ് ഇത് മനസ്സിലായത്, ഇത് തിരുമല ഉള്ളതാണെന്ന്. പക്ഷെ ഞാൻ അന്ന് വിചാരിച്ചു ഇത് വേറെ ഏതോ സ്ഥലമെന്ന് വിചാരിച്ചു. ഇവിടെയാണ് നമ്മൾ ആ പാട്ട് ഷൂട്ട് ചെയ്തത്. ഒരുപാട് തമിഴ് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഗുരു, ബോംബെ, പിന്നെ വേറെ ജോളിയാ, അങ്ങനെ എന്തോ കുറേ സിനിമ. പിന്നെ ഭീമ നമ്മുടെ വിക്രമും തൃശ്ശയും എന്നുള്ള ഭീമയിൽ ഇത് കണ്ടിട്ടുണ്ട്. ഇത് സൂപ്പറാണ് കേട്ടോ. ആ പാട്ട് മൊത്തം ഇവിടെയാണ്. കണ്ണാളനെ ആ പാട്ട് ബോംബെ. ഗുംസുമ ഗുംസുമ ഗുപ്പുച്ചും ഗുംസുമ ഗുംസുമ ഗുപ്പുച്ചും ആ പാട്ടില്ലേ, ഇത് മൊത്തം ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. സെറ്റിട്ട് സൂപ്പറാണ്. ബോംബെയിലെ പാട്ടെടുത്തതാണ് തിരുമല നായ്ക്കർ പാലസ്. ഇവിടെയാണ് ആ പാട്ട് ഷൂട്ട് ചെയ്തത്, ഈ ഭാഗത്ത് വെച്ച്. കർണാടനെ പാട്ട് ബോംബെയില. ഇവിടെ വെച്ചാണ് ആ പാട്ട് ഷൂട്ട് ചെയ്തത്. നമ്മുടെ ബോംബെ, കർണാടനെ, അരവിന്ദ് സ്വാമി, മനീഷ. ഗുരുവിലും ഈ പാട്ട് ഉണ്ട്. മണിരത്നത്തിൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ്. കണ്ട, ഇവിടെ വെച്ചാണ് ആ പാട്ട് ഷൂട്ട് ചെയ്തത്. ഇവിടെ ഒരു കല്യാണത്തിൻ്റെ ഒരു സെറ്റ് ഇട്ടിട്ട്. തേപ്പുകുളം, മധുര തേപ്പുകുളം. തേപ്പുകുളം ഇത് വന്നിട്ട് കുറച്ച് ദൂരത്തേക്ക് വന്നു.
നല്ല രസമാണ്. രാത്രിയാണെങ്കിൽ കുറച്ചുകൂടി നല്ല വൈബാണ് ഇവിടെ. നല്ല കാറ്റും സേഫ്. അഴകർ സ്വാമി ടെമ്പിൾ. മധുരയിൽ നിന്ന് കുറച്ച് ദൂരം വരണം. 44 നമ്പർ ബസ്സിൽ കയറി വന്നു. അഴകർ സ്വാമി 5 മണിക്ക് നട തുറക്കുള്ളൂ. ഇപ്പം ഏകദേശം 4:15 ആയതേ ഉള്ളൂ. ഒരു രക്ഷയില്ലാത്ത ചൂട്. മധുര ചൂട് അസഹനീയം. മട്ടൺ ദോശ, മട്ടൺ കറി ദോശ. കറി ദോശ. പത്തിപ്പാല് പായസം പോലെ ഉണ്ട്. പായസം പോലെ അത് നമ്മുടെ പരുത്തിക്കുരുവിൻ്റെ സീഡ്. പരുത്തിക്കുരുവിനെ ചതച്ച് ശർക്കര ഒക്കെ പോലെ ഉണ്ട്. അത് സൂപ്പർ കേട്ടോ. ഏലക്കായ കിട്ടുന്നുണ്ട്. ഏലക്കായ പരുത്തിപ്പാല് സൂപ്പർ. ടേസ്റ്റ്. പായസം നമ്മളെ അടപ്രഥമൻ കടല പോലെ കിട്ടും. പക്ഷെ സൂപ്പർ കേട്ടോ. അടിപൊളി പരുത്തിപ്പാല്.